വിമാന എഞ്ചിൻ, അതായത് എയർക്രാഫ്റ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒട്ടനവധി രാജ്യങ്ങൾക്ക് അത് സാധിച്ചിട്ടില്ല. ഒട്ടനവധി രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തിലെ 95% രാജ്യങ്ങൾക്കും ഇതുവരെ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്കോ ചൈനയ്ക്കോ പോലും കൃത്യമായി അത് സാധിച്ചിട്ടില്ല. അത്രമാത്രം സൂക്ഷ്മവും സങ്കീർണവുമാണ് ഒരു ജെറ്റ് എഞ്ചിൻ്റെ ഘടന. അതുകൊണ്ട് തന്നെ അത് വികസിപ്പിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇന്ത്യ ഇപ്പോഴും ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഫലപ്രാപ്തിയിലെത്തിയില്ല. ഇന്ന് നമ്മുടെ വിമാനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി, തേജസ് പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി നമുക്ക് അമേരിക്കയുടെ മറ്റും എഞ്ചിനുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നതുകൊണ്ട് തന്നെ ഇത്തരം എഞ്ചിനുകൾ അവർ ഉപരോധം വഴിയോ മറ്റോ വിലക്കിയാൽ നമ്മുടെ പല പ്രതിരോധ നിർമ്മാണ ശ്രമങ്ങളും കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട്. വിമാന എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ജപ്പാനും ഒക്കെയാണ്. ഈ രാജ്യങ്ങൾ കാലാകാലങ്ങളിലായി അവരുടെ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ച് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അമേരിക്ക പ്രധാനമായും ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്ന അവരുടെ കമ്പനികൾ ബോയിങ്ങും ജനറൽ ഇലക്ട്രിക്, അതായത് GE ഏവിയേഷനും പ്രാട്ട് ആൻഡ് വിറ്റ്നെ തുടങ്ങിയ കമ്പനികളുമാണ്. ഈ കമ്പനികളാണ് എഞ്ചിൻ വികസിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം വിമാനങ്ങളുടെയും എഞ്ചിൻ അമേരിക്കയുടെ ബോയിങ് കമ്പനി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് സത്യം. യുദ്ധവിമാനങ്ങൾ, സ്പേസ് ക്രാഫ്റ്റ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള എഞ്ചിനുകൾ, ജെറ്റ് എഞ്ചിൻ, ടർബോഫാൻ, റെസിപ്രോക്കേറ്റിംഗ് തുടങ്ങിയ എഞ്ചിനുകൾ എന്നീ വിവിധ തരം എഞ്ചിനുകളും അമേരിക്ക വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൂറോപ്പും മാറി നിന്നില്ല. യൂറോപ്പിൽ പല രാജ്യങ്ങളും പ്രത്യേകമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും ബ്രിട്ടനും ചേർന്ന് രൂപീകരിച്ച എയർബസ് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനി ഇത്തരത്തിൽ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരു പ്രമുഖമായ കമ്പനിയാണ്. അതുപോലെ തന്നെ ബ്രിട്ടന്റെ റോൾസ് റോയ്സ് ഒരു വിമാന എഞ്ചിൻ നിർമ്മാണ കമ്പനിയാണ്. സിവിൽ എയർക്രാഫ്റ്റിനും മിലിറ്ററി വിമാനങ്ങൾക്കുമായിട്ടാണ് ഈ കമ്പനി കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഫ്രാൻസിന് സാഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവർ അതിൽ കൂടുതലായി റാഫേൽ എന്നിവയുടെ എഞ്ചിനുകൾ ഒക്കെ ഇവിടെ വികസിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജർമ്മനിയുടെ കമ്പനി എന്ന് പറയുന്നത് MTU എയ്റോ എഞ്ചിൻസ്, BMW, ഡെയിംലർ ബെൻസ് എന്നീ കമ്പനികളാണ്. സെക്കൻഡ് വേൾഡ് വാർ മുതൽ ഇപ്പോഴും മിലിറ്ററി ആൻഡ് സിവിൽ എഞ്ചിനുകൾ ജർമ്മനി വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ ആകട്ടെ വളരെ പണ്ട് മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അമേരിക്കയോട് മത്സരിക്കുന്ന ഒരു രാജ്യമായിരുന്നു റഷ്യ. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ അതുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ പാരമ്പര്യം ഏറ്റെടുക്കുന്ന റഷ്യയും ആ പാരമ്പര്യം പിന്തുടർന്നു പോകുന്നു. കുസ്നെറ്റ്സോവ്, കിലിമോവ്, സാറ്റൻ തുടങ്ങിയ കമ്പനികളാണ് സോവിയറ്റ് കാലം മുതൽ തന്നെ മിലിറ്ററി ആൻഡ് സിവിൽ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നത്. ഇനി ജപ്പാൻ ആകട്ടെ IHI കോർപ്പറേഷൻ, മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് എന്നിവയൊക്കെയാണ് എഞ്ചിനുകൾ വികസിക്കുന്നത്. ആദ്യമൊക്കെ അവർ വികസിപ്പിച്ചത് ടെക്നോളജി ലൈസൻസ് വഴിയും പിന്നീട് സ്വതന്ത്ര വികസനത്തിലൂടെയുമാണ് ഈ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നത്. ചൈന പൂർണ്ണതോതിൽ ഈ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ സാങ്കേതിക വിജയകരമായി കൈവരിച്ചു. AVIC എയ്റോ എഞ്ചിൻ കോർപ്പറേഷൻ ഓഫ് ചൈന ഈ കമ്പനികളിലാണ് ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത്. അതാകട്ടെ പണ്ട് റഷ്യ നൽകിയ ഒരു ടെക്നോളജിയിലൂടെയൊക്കെയാണ് അവർ അത് നിർമ്മിക്കുന്നതെങ്കിലും അവർക്ക് സ്വതന്ത്രമായി വിമാന എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ടെക്നോളജി ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയാകട്ടെ ചെറിയ തോതിലൊക്കെ ജെറ്റ് എഞ്ചിൻ വികസനത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ റഷ്യ നമുക്ക് വിമാന എഞ്ചിൻ ടെക്നോളജി നൽകിയിട്ടില്ല. നമുക്ക് സ്വന്തമായി തേജസ് യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും അതിൻ്റെ എഞ്ചിനുകൾ വിദേശ രാജ്യത്തു നിന്നാണ് വരുന്നതെന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ തദ്ദേശീയമായ എഞ്ചിൻ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇന്ത്യ പല സാങ്കേതിക വിദ്യകളിലും മുന്നിൽ തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലോകത്തെ പ്രധാനപ്പെട്ട സ്പേസ് ടെക്നോളജി രാജ്യങ്ങളിൽ മുൻപന്തിയിൽ തന്നെ ഇന്ത്യയുണ്ട്. അതുപോലെ സൈനിക ശക്തിയും ഇന്ത്യയുണ്ട്. ശാസ്ത്രത്തിന്റെ പല മേഖലകളിലും ഇന്ത്യ മുന്നേറിയിട്ടുണ്ട്. അതുപോലെ കാർഷികമായും വ്യാവസായികമായും ഇന്ത്യ മുന്നേറിയിട്ടുണ്ട്. ഇന്ത്യയിൽ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കുന്നുണ്ട്, ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഒരു യുദ്ധവിമാനം സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഒരു യാത്രാ വിമാനം സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കാത്തത്? നമ്മൾ തദ്ദേശീയമായി
പല വിമാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട യുദ്ധവിമാനമാണ് തേജസ്. പക്ഷേ ആ തേജസിൻ്റെ എഞ്ചിനുകൾ പോലും നമ്മൾ ഇറക്കുമതി ചെയ്തതാണ് എന്നാലോചിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വെല്ലുവിളി അതിഭീകരമാണ്. കാരണം സ്വന്തമായി എഞ്ചിനുകൾ ഉണ്ടാക്കാൻ സാധിക്കാതെ യുദ്ധവിമാനം മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ അക്കാര്യം ശരിയല്ല. ഒരു യുദ്ധവിമാനത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നതും പറക്കാൻ സഹായിക്കുന്നതുമാണ് എഞ്ചിൻ്റെ കർത്തവ്യം എന്നല്ലാതെ ആ യുദ്ധവിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഡീഷണലായിട്ടുള്ള ടെക്നോളജികളെല്ലാം അത് വികസിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സ്വന്തം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കിന്നും ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു വിഷയം, തദ്ദേശീയമായ യുദ്ധവിമാനം ഉണ്ടാക്കുക എന്നത് ഇന്നും ലോകരാജ്യങ്ങളിൽ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നത് സത്യമാണ്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ് ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ വിമാനങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മറ്റ് രാജ്യങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. ഇപ്പോൾ ചൈന പോലും ഈ ജെറ്റ് എഞ്ചിൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, അവർ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ നല്ല നല്ല ഡിഫൻസ് പ്രോജക്റ്റ് വാങ്ങിയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തുകൊണ്ടാണ് ഈ ചൈന പലതും വികസിപ്പിച്ചെടുത്തത്. അതായത് അതിനെ ഒന്ന് അഴിച്ചു പണിഞ്ഞ് പഠിക്കുക, അതുതന്നെയാണ്. ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ആവശ്യമായ അതിശക്തവും ഭാരക്കുറവുള്ളതുമായ അലോയ് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ വെല്ലുവിളി. ഇപ്പോൾ ISRO ഉപയോഗിക്കുന്ന വികാസ് റോക്കറ്റ് എഞ്ചിനു വേണ്ട മെറ്റൽ പോലും ഫ്രഞ്ച് കമ്പനികളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. പക്ഷേ യുദ്ധവിമാനങ്ങൾ സിവിലിയൻ ഉപയോഗമല്ലാത്തതിനാൽ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിന് വിദേശ സഹായങ്ങൾ അങ്ങനെ ലഭിക്കുക അസാധ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഭാരതത്തിന് സ്വന്തമായി യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ബോധ്യമുണ്ടായിരുന്നു. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധവിമാനങ്ങൾ വഹിച്ച പങ്ക് അക്കാലത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. അതുമാത്രമല്ല, പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടായാൽ ആകാശ മേധാവിത്വത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ ഇത്തരം നല്ല നല്ല വിമാനങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഒരു ജെറ്റ് വിമാനം അന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ജെറ്റ് വിമാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഒരുപാട് വർഷങ്ങൾ നീണ്ട പ്രയത്നവും പണവും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. ഇത് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനാൽ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയിലെ സുപ്രസിദ്ധനായ ഒരു യുദ്ധവിമാന നിർമ്മാതാവായ കുട്ടാങ്കിനെ അദ്ദേഹം ബാംഗ്ലൂരുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ എത്തിച്ചു. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ വിമാനം ഹാൾ മാരുത് നിർമ്മിച്ചത്. ഒരുപക്ഷെ അത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു യുദ്ധവിമാനമായിരുന്നു ഹാൾ മാരുത്. ശബ്ദത്തേക്കാൾ 2 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനം എന്നതായിരുന്നു ഈ വിമാനത്തിൻ്റെ ആശയം. തൻ്റെ അർജന്റീന വാസകാലത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ കുട്ടാങ്കിൻ്റെ മനസ്സിൽ ശക്തിയേറിയ ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ അക്കാലത്ത് സാധ്യമല്ലാത്തതിനാൽ മാർക്ക് 1 വരെ കഷ്ടിച്ചെത്താൻ മാത്രമേ HF-24 മാരുത്തിന് കഴിഞ്ഞുള്ളൂ. മൊത്തം 174 ഹാൾ മാരുത് വിമാനങ്ങളാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിച്ചത്. ഇവ 1961 മുതൽ 85 വരെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്നു. ഹാൾ മാരുത് യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും മികച്ച നേട്ടം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലായിരുന്നു. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വിമാനം പോലും പാകിസ്ഥാന് തകർക്കാനായില്ല. ഓട്ടോമാറ്റിക് കൺട്രോൾ തകരാറിലാകുന്ന സമയത്ത് മാനുവൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നതാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നാശനഷ്ടം നേരിട്ട വിമാനങ്ങൾ പോലും തിരികെ സുരക്ഷിതമായി എത്തിക്കാൻ പൈലറ്റുമാർക്ക് സാധിച്ചിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പ്രശസ്തമായ ബാറ്റിൽ ഓഫ് ലോങ്കിവാലയിൽ ഇന്ത്യൻ സൈന്യത്തിന് എയർ കവർ നൽകാൻ നിയമിക്കപ്പെട്ടത് മാരുത് വിമാനങ്ങളായിരുന്നു. എന്നിരുന്നാലും 1974 ഇന്ത്യ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയതോടെ ഈ വിമാനത്തിന് വേണ്ട എഞ്ചിനും മറ്റും വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് വിലക്കായി. ഉള്ള വിമാനങ്ങൾക്ക് വേണ്ട സ്പെയർ പാർട്സുകളും നിലച്ചു. ഇതോടുകൂടി ഇന്ത്യൻ വ്യോമരംഗത്തെ അതികായനായിരുന്ന ഈ യുദ്ധവിമാനം 1985 നിലത്തിറക്കി. ഇതൊരു ജർമ്മൻ ബേസിക് മോഡലിൽ ആയിരുന്നെങ്കിലും ആ സമയത്ത് 70% പാർട്ടുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരുന്നു എന്നതാണ് പ്രത്യേകത. ഹാൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുട്ടാങ്ക് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഡയറക്ടറായി വർക്ക് ചെയ്തിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ഡോക്ടർ APJ അബ്ദുൾ കലാം.
പഠനശേഷം APJ അബ്ദുൽ കലാം ഹാളിൽ 6 മാസം വർക്ക് ചെയ്തിരുന്നു. ഇവിടെ വച്ച് യുദ്ധവിമാനങ്ങളുടെ എൻജിൻ ഓവർഹോളിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല. അവിടെ വെച്ച് തൻ്റെ ഗുരുനാഥനായിരുന്ന കൊട്ടാങ് ഡിസൈൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനമായിരുന്ന മാറൂത്തിനെ കുറിച്ച് അബ്ദുൽ കലാം ഏറെ അഭിമാനിച്ചിരുന്നു. APJ അബ്ദുൽ കലാം എ ലൈഫ് എന്ന പുസ്തകത്തിൽ തരുൺ തിവാരി എഴുതിയിട്ടുണ്ട്. ഒരു സ്വദേശി ജെറ്റ് എഞ്ചിൻ എന്ന ഇന്ത്യയുടെ സ്വപ്നം സഫലമാകാൻ 1985 ഭാരത സർക്കാർ DRDOയുടെ കീഴിൽ കാവേരി ജെറ്റ് എഞ്ചിൻ പ്രോഗ്രാം ആരംഭിച്ചു. എന്നാൽ ഏകദേശം 30 വർഷത്തിനിപ്പുറവും 2015 ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്ന കാരണത്താൽ ഇന്ത്യ കാവേരി എഞ്ചിൻ പ്രോഗ്രാം അവസാനിപ്പിച്ചു. ഈ സമയത്തോളം ഇന്ത്യയുടെ സ്വന്തം വിമാനം എന്ന സ്വപ്നത്തിൽ പിറന്ന തേജസ് വിമാനങ്ങൾ ഇപ്പോൾ ജനറൽ ഇലക്ട്രിക് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്.